വയനാടിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, മഴ ശക്തമാകുമ്പോൾ ഇപ്പോഴും അവിടെയുള്ള ആളുകളുടെ മനസ്സിലേക്ക് അലയടിക്കുന്ന ഓർമ്മകൾ അതിഭീകരമായിരിക്കും. എന്തായാലും അത്തരത്തിലുള്ള നിരവധി ഓർമ്മകളിലേക്ക് കൂടിയാണ് അവരെ ഈ ഒരു സമയത്ത് തള്ളിവിടുന്നത്. എന്തായാലും അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് അവിടെയും ഉള്ളത്. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലാണ് അതിശക്ത മുന്നറിയിപ്പുള്ളത്. വയനാടിൻ്റെ കാലാവസ്ഥയിലെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ജോഷില ചേരുകയാണ്. ജോഷില, എങ്ങനെയാണ് ഇപ്പോൾ? ജോഷിലയുടെ ഫ്രെയിം കാണുമ്പോൾ വലിയ മഴയൊന്നുമില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് നിലവിലത്തെ സാഹചര്യം അവിടെ? സിന്ധൂരി, ഇന്ന് രാവിലെ മുതൽ മഴ പിന്നോട്ടടിച്ച് നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എന്നാൽ ഇന്നലെ രാത്രി മുഴുവൻ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ മഴ പിന്നോട്ടടിച്ചിട്ടുണ്ട്. എന്നാൽ ആകാശം മേഘാവൃതമാണ്. അതുകൊണ്ട് തന്നെ മഴ തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് തോന്നുന്നത്. മാത്രമല്ല, ഇന്നും നാളെയും വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ കലക്ടർ പ്രഖ്യാപിച്ച എല്ലാ സാഹചര്യങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. എല്ലാ നിയന്ത്രണങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലയിലെ മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് ഇന്ന് ഞായറാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ക്വാറികളുടെ പ്രവർത്തനം ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നിർത്തിവെക്കാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് മാന്തലിനും ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ നിർത്തിവെക്കാൻ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ, അതായത് പ്രകൃതിക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ പ്രകൃതിയെ ബാധിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിർത്തിവെക്കാനായി ജില്ലാ കലക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോം സ്റ്റേ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ താമസ സൗകര്യങ്ങൾ, ഹോം സ്റ്റേ ഉൾപ്പെടെയുള്ള ഇത്തരം വിനോദസഞ്ചാരികൾക്കായുള്ള താമസ സൗകര്യങ്ങൾ ഇതൊക്കെ തന്നെ നിർത്തിവെക്കാൻ, പ്രത്യേകിച്ച് പ്രകൃതി ദുർബല പ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് മേപ്പാടി പഞ്ചായത്ത് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഹോം സ്റ്റേ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന്. ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ രാത്രികാല സഞ്ചാരം, ഇതിനൊക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ചുരത്തിന്റെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ചുരത്തിൽ അപകടാവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി രാത്രികാല നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് വിനോദസഞ്ചാരികൾക്ക് പ്രത്യേകമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രികാലങ്ങളിലുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന്. വയനാടിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് വേണം ഈ മഴക്കാലത്തെ നേരിടാൻ എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുള്ളത്. സിന്ധൂരി.